മണ്ണിലെ പൊന്നി എന്നറിയപ്പെടുന്ന ആരോ റൂട്ട് അഥവാ കൂവപ്പൊടി ഇനി കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ പനക്കൽക്കണ്ടമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കൂവപ്പൊടി 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ കൂവപ്പൊടിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. വളർച്ചയ്ക്കും വികാസത്തിനും മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവശ്യ പോഷകങ്ങളുടെയും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെയും ശ്രദ്ധേയമായ ഉറവിടമാണ് കൂവപ്പൊടി. ഇതിൽ പ്രോട്ടീൻ, ഇരുമ്പ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളുടെ ഒരു നിധി ശേഖരം തന്നെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ഇതിലോട്ട് പനക്കൽക്കണ്ടം പോലുള്ളത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിവിടെ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ നല്ലതാണ്. അതുപോലെ മൂത്രസംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും പോഷക ആവശ്യങ്ങൾ നിറവേറുന്നതിന് അനുയോജ്യമായ പങ്ക് വഹിക്കുന്നതാണ് കൂവപ്പൊടി. അപ്പോൾ ഇതിങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. നല്ലോണം തണിഞ്ഞതിന് ശേഷം അതിലോട്ട് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് വെള്ളം വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പാലിൻ്റെ കൂടെ വെള്ളമാണേ. അല്ലാന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ പനക്കൽക്കണ്ടം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്ക് കുടിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈസൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.